മലമ്പുഴയിലേക്ക്. പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ആനയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രവേശ് റിപ്പോർട്ട് ചെയ്യുന്നു. എഴുന്നേൽക്കാനുള്ള ആനയുടെ ശ്രമം പരാജയപ്പെട്ടു. 5 പേരടങ്ങുന്ന ഡോക്ടർ സംഘം ആനയെ ഇപ്പോൾ ചികിത്സിക്കുന്നു. കാട്ടാനയ്ക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്ന് ആനപ്രേമി സംഘം ആരോപിച്ചിരുന്നു. ആനപ്രേമി സംഘം വനമന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി കൊടുത്തിരുന്നു. ഇപ്പോൾ നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ പ്രമേഷ്, നമ്മുടെ ഈ കോതമംഗലത്ത് ഇങ്ങനെ ഒരു ആനപ്രശ്നം നടക്കുകയാണ്. അപ്പോൾ മലമ്പുഴയിൽ എന്താണ് സംഭവം, പറയൂ. മലമ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഈ ട്രെയിൻ പാളം മുറിച്ച് കടക്കുന്നതിന് ഇടയിൽ പരിക്കേറ്റ ആ കാട്ടാനയാണ് ഇപ്പോൾ അതിന് അവശ നിലയിലായിരിക്കുന്നത്. എഴുന്നേൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ആന മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഈ ആനയ്ക്ക് ട്രെയിൻ ഇടിച്ചിട്ടില്ല എന്നായിരുന്നു വെറ്ററിനറി സർജൻ്റെ ഒരു കണ്ടെത്തൽ. പക്ഷേ അതിൻ്റെ കാലിന് കാര്യമായി തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അതിനെ ഒട്ടും എഴുന്നേൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇവിടെ വത്തക്കയൊക്കെ നൽകുമ്പോൾ അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളം തളിച്ചുകൊണ്ട് ഈ ആനയെ ഊർജ്ജസ്വലനാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നല്ല ചൂടാണ് ജില്ലയിൽ, നമുക്കറിയാം. പക്ഷെ ഒരു തരത്തിലും അതിനെ എഴുന്നേൽക്കാനോ മറ്റൊന്നും തന്നെ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം, ഈ ആന തിരികെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ ട്രെയിൻ ഇടിച്ചു എന്ന് പറയപ്പെടുന്നതിന് ശേഷവും ഈ ആന നടന്നു നീങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മലമ്പുഴ കഞ്ചിക്കോട് പാത റോഡ് മുറിച്ച് കടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും മുറിച്ച് കടക്കുന്നതൊക്കെ കണ്ടിരുന്നു. എന്നിരിക്കെ ഇപ്പോൾ അതിനൊട്ടും വയ്യാത്തൊരവസ്ഥയായിരിക്കുന്നു. ഈ റോഡിനോട് ചേർന്ന് തന്നെയുള്ള വനത്തോട് ചേർന്നൊരു പ്രദേശത്ത് ആന ഇപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്. അതിന് എഴുന്നേൽക്കാനൊന്നും തന്നെ വയ്യ. തുമ്പിക്കൈ ചെറുതായി മാത്രം ചില സമയങ്ങളിൽ അനക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റൊരു തരത്തിലുള്ള പ്രതികരണവും ആനയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ഒരു പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പാലക്കാട് DFO കൈമാറിയിരുന്നു. അദ്ദേഹം പറയുന്നത് ആന തിരികെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. ആനപ്രേമി സംഘവും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നഖങ്ങൾക്ക് പരിക്കുണ്ടെങ്കിൽ വരെ ആനകളെ പിടിച്ചെടുത്തുകൊണ്ട് വിദഗ്ധ ചികിത്സ നൽകാറുണ്ട്. ഇതിപ്പോൾ കാട്ടാന ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഈ ആനയെ പിടിച്ചെടുത്തുകൊണ്ട് അതിന് മതിയായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുകയായിരുന്നു വേണ്ടത് എന്നുള്ളതാണ് ആനപ്രേമി സംഘം അറിയിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം ആ കൊമ്പിന് ആ ആനയ്ക്ക് എഴുന്നേൽക്കാനൊന്നും തന്നെ കഴിയുന്നില്ല. അത് വളരെയധികം ക്ഷീണമുണ്ട്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ നടന്ന് നീങ്ങിയത് നമ്മൾ കണ്ടതാണ്. നടുറോഡിലൂടെ നടന്ന് ഈ ആന ഇപ്പുറത്തേക്ക് കടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴതിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ മുന്നോട്ട് പോകാനൊന്നും തന്നെ കഴിയാത്തൊരവസ്ഥ, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നിരന്തരം ഇവിടെ കരിക്കും അതുപോലെ തന്നെ വത്തക്കയും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്, പട്ടയും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് കഴിക്കാൻ നൽകാൻ. പക്ഷേ അതിനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ആനയുള്ളത്. മിനിഞ്ഞാന്നാണ് ഈ ആനയെ പുലർച്ചെ 3 മണിക്ക് കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ട്രെയിൻ ഇടിച്ചു എന്ന് പറയപ്പെടുന്നത്. 6 ആനകൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഈ ആനയെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ DFO നമ്മളോട് സ്ഥിരീകരിച്ചത് ട്രെയിൻ ഇടിച്ചിട്ടില്ല, ഒരു പക്ഷേ വേഗതയിൽ നടന്നു നീങ്ങുമ്പോൾ വീണതായിരിക്കാം എന്നുള്ളതാണ് വനവകുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. എന്തായാലും ആ വീഴ്ചയിൽ കാര്യമായി തന്നെ ഈ ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അതിന് ഈ തരത്തിൽ ഒട്ടും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആനയ്ക്ക് മതിയായിട്ടുള്ള ചികിത്സ 5ഓളം ഡോക്ടർമാർ, തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള 5ഓളം ഡോക്ടർമാർ നിരന്തരം ഈ ആനയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നലെ രാത്രിയിലെല്ലാം തന്നെ അവരുടെ മുഴുവൻ സമയ നിരീക്ഷണം ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ആനയുടെ ആരോഗ്യനില വളരെയധികം മോശമായിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗത്തിൽ ആനയ്ക്ക് കൂടുതൽ ചികിത്സ ഉറപ്പാക്കണമെന്ന് ഇതിനോടകം തന്നെ നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. SKN നിഖിൽ പ്രമേഷ്, മലമ്പുഴയിൽ നിന്നാണ് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേർന്നത്. ട്രെയിൻ തട്ടി എന്ന് വിശ്വസിക്കുന്ന ആന വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.